എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടെസ്റ്റ് പ്ലാൻ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സിനെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെന്റിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റിലെ ടെസ്റ്റിംഗ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യണതിൻ്റെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്യണതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലാനിനെയാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു ഹൈ ലെവൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് ഡിറൈവ് ചെയ്യുന്നത് SRS എന്നാണ്. SRS എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ആ ഒരു ബേസ് ഡോക്യുമെൻ്റ് എന്നാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. A test plan is a formal document derived from requirement documents like SRS. അതായത് SRS എന്നാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. SRS എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ നിബന്ധനകളാണ് വേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, എല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് നമ്മൾ SRS എന്ന് പറയുന്നത്. ആ SRS ബേസ് ചെയ്തിട്ട് ടെസ്റ്റ് മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ ടീമിൻ്റെ ടെസ്റ്റ് ലീഡോ ആണ് ടെസ്റ്റ് പ്ലാൻ എന്ന ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ജൂനിയേഴ്സായ ടെസ്റ്റേഴ്സും സഹായിക്കും, അത്രേ ഉള്ളൂ. അത് ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ അത് എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, അതിൻ്റെ ടൈം, ഷെഡ്യൂള്, എല്ലാവിധ ഫ്യൂച്ചർ ആ ടെസ്റ്റിംഗ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റിൽ ഉണ്ടാവും. ഈ ഒരു ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് മാനേജറോ അല്ലെങ്കിൽ ടെസ്റ്റ് ലീഡോ ആയിരിക്കും. ഇത് അപ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റോ സ്പോൺസർ ചെയ്യണവരോ എനി സ്റ്റേക്ക് ഹോൾഡർ ഓഫ് ആപ്ലിക്കേഷൻ അവരുടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ അപ്രൂവൽ മേടിക്കുക. ഈ അപ്രൂവൽ കിട്ടിയാലാണ്, അതായത് ടെസ്റ്റ് ലീഡ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ടെസ്റ്റ് മാനേജർ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് പ്ലാൻ അപ്രൂവൽ കിട്ടിയ ടെസ്റ്റിംഗ് എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയും. ഇതിൻ്റെ എലമെൻസിനെ നമുക്ക് നോക്കാം. അതായത് ടെസ്റ്റ് പ്ലാൻ എന്ന ഡോക്യുമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടെംപ്ലേറ്റിൻ്റെ എലമെൻറ്റ്സ്. അതായത് എല്ലാ ടെസ്റ്റ് പ്ലാനിലും ഓരോ ടെസ്റ്റ് പ്ലാൻ ID ഉണ്ടായിരിക്കും. നമ്മളതൊന്നും പറയുന്നില്ല. ഓരോ ID അതിൻ്റെ റെഫറൻസും, അതായത് ആപ്ലിക്കേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന റെഫറൻസൊക്കെ ഉണ്ടായിരിക്കും. മെയിൻലി നമ്മൾ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓവറോൾ സ്കോപ്പ് ആദ്യം പറയണം. അതിൻ്റെ മെയിൻ ലക്ഷ്യം, ടാർഗറ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. പിന്നീടുള്ള ഒരു പോയിൻ്റാണ് റിസ്ക് അനാലിസിസ്. എന്തൊക്കെ ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്കുകളാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് അത് രേഖപ്പെടുത്തണം. അതിൻ്റെ മിറ്റിഗേഷൻ പ്ലാൻസ്, അതെങ്ങനെയൊക്കെ മറികടക്കാം എന്നുള്ളതിൻ്റെ പോയിൻറ്സും നമ്മൾ ടെസ്റ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തും. പിന്നീടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റ് എസ്റ്റിമേറ്റ്. അതായത് എസ്റ്റിമേറ്റ് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും, ടെസ്റ്റ് കേസ് എഴുതാൻ എത്ര ടൈം വേണ്ടി വരും, ടെസ്റ്റ് സെനാരിയോ എഴുതാൻ എത്ര ടൈം വേണ്ടി വരും, ടെസ്റ്റ് ഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ എത്ര ടൈം വരും, ഇതിനൊക്കെ എത്ര ഹ്യൂമൻ അവേഴ്സ്, അതായത് ടെസ്റ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ 130 ഹ്യൂമൻ അവേഴ്സ് വേണ്ടി വരും, ടെസ്റ്റ് കേസ് എഴുതാൻ ഒരു 300 ഹ്യൂമൻ അവേഴ്സ് വേണ്ടി വരും. അങ്ങനെ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും, എല്ലാ കാര്യത്തിൻ്റെയും ടൈമിങ്, അതിൻ്റെ എത്രത്തോളം വേണ്ടി വരും അതിൻ്റെ കോസ്റ്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് എസ്റ്റിമേറ്റ്. പിന്നീടാണ് റിസോഴ്സ് റിക്വയർമെൻറ്റ്. ഈ ഒരു പ്രൊജക്റ്റ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ടെസ്റ്റിംഗ് നടത്താൻ നമുക്ക് എന്തൊക്കെ റിസോഴ്സാണ് വേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി ചെയ്യണം. അല്ലാതെ ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നത് വേണം, ഇന്ന സ്പെക്കുള്ള കമ്പ്യൂട്ടർ ഉണ്ടായാലും നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന ഒരു ബ്ലൂടൂത്തിൻ്റെ പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ട്, അത് ആ നേരത്തല്ല. നമ്മൾ ടെസ്റ്റിങ്ങിന് ആവശ്യമുള്ള എല്ലാവിധ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടൂൾസ് ആണെങ്കിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആണെങ്കിലും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്തണം. അടുത്താണ് ടൂൾസ് യൂസ്ഡ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ആവാം, ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ആവും. ഏതെങ്കിലും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ചെയ്യണം, ഓട്ടോമാറ്റിക് ടെസ്റ്റിങ്ങിനുണ്ടാകും. ഏതൊക്കെ ടൂൾസാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് മുന്നേ പർച്ചേസ് ചെയ്യണം. ചിലത് ഫ്രീ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും, ബഗ് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും.
API ടെസ്റ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും, മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും. എന്തൊക്കെ ടൂൾസ് വേണോ അതിൻ്റെയൊക്കെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ഇനിയാണ് ഈ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ടെസ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഷെഡ്യൂളിംഗ്, റിവ്യൂ ആൻഡ് അനാലിസിസ്. അതായത് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണ് ടെസ്റ്റിങ്ങിൻ്റെ. അതായത് ഇന്ന ടൈമിൽ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ടെന്ന് അറിയാം നമുക്ക്. STLC, അതായത് ഡിഫറെൻറ്റ് പ്രോസസ്സ്, റിക്വയർമെൻറ്റ് അനാലിസിസ്, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ, ഡിസൈനിങ്, ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ. അതിന് ഓരോ പ്രോസസ്സും ഓരോ സ്റ്റേജിനും എത്ര ടൈം വേണം, ഏത് ഡേറ്റിൽ തീർക്കണം, എത്ര ഹ്യൂമൻ അവേഴ്സ് വേണ്ടി വരും, എന്ന് കംപ്ലീറ്റ് ചെയ്യണം, എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഷെഡ്യൂളിങ് ചെയ്യണം. പിന്നീട് റിവ്യൂ ഉണ്ടാവും, ആര് റിവ്യൂ ചെയ്യണം, അതായത് ഓരോ സ്റ്റേജും ആരുടെ അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ചിലത് ടെസ്റ്റ് മാനേജറുടെ മതിയാവാം, ചിലത് ടെസ്റ്റ് ലീഡ് മതിയാവാം, ചിലത് സീനിയർ ടെസ്റ്റേഴ്സ് ആവാം, ചിലത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വേണ്ടി വരും. അത് ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ പാർട്ട് ആരൊക്കെ അപ്രൂവ് ചെയ്താലാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പിന്നെ ഫുൾ ടെസ്റ്റിങ്ങിൻ്റെ അനാലിസിസ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റ് പ്ലാൻ എന്ന ഡോക്യുമെൻറ്റിൽ വേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ് ഈസ് എ ഹൈ ലെവൽ ഡോക്യുമെൻ്റ് ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഓൺലൈൻ ട്രെയിനിങ്ങിനും സർട്ടിഫിക്കേഷനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.